പറയുന്ന രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് കേൾക്കാം. അപ്പോ നിങ്ങളെല്ലാം രാഷ്ട്രീയമായി കാണരുത്. ഈ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട് തന്നെ ഒരു ആദിവാസി സമൂഹത്തിൽ നിന്നാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാത്തിനും ശങ്കരാചാര്യർ, ഇവിടെ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ശങ്കരാചാര്യരുടെ സാങ്ഷൻ മേടിച്ചിട്ടാണോ? തപസി ഓമല് ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ശങ്കരാചാര്യരുടെ അനുവാദം മേടിച്ചിട്ടാണോ? അപ്പം ലോകത്ത് ഇത്തരത്തിലുള്ള നവോത്ഥാന സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെല്ലാം ഇത്തരത്തിലുള്ള സമുദായങ്ങളെല്ലാം ശങ്കരാചാര്യരുടെ ആരാധകരുടെ ഇതൊന്നും മേടിച്ചിട്ടല്ല. ഇപ്പോൾ മുസ്ലിം ലീഗും ഷാഫിയും ശങ്കരാചാര്യരുടെ ആരാധകരായിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ് അവിടെ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയമായി കാണരുത്. ഇത് ചരിത്രകാലം മുതൽ ഇത്തരം ഹിന്ദു സമുദായങ്ങളിൽ നവോത്ഥാനം നടന്നിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ആ നവോത്ഥാനം നടക്കുക ചെയ്യും. അത് രാമൻ എന്നുള്ള ഏറ്റവും മഹാനായ ഒരു രാജാവ് പറഞ്ഞിട്ടുണ്ട്. എത്ര മികച്ച ഭരണഘടന ഉണ്ടായിട്ടും കാര്യമില്ല, അത് നല്ല ആളുകളുടെ കയ്യിൽ വേണമെന്ന്. ഈ ഭരണഘടന ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഭരണഘടനയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നും ഈ ഭരണഘടന നിങ്ങൾ അംബേദ്കർക്കെതിരെ മത്സരിച്ചുകൊണ്ട് അംബേദ്കർ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസും CPM-ഉമാണ്. എന്തുകൊണ്ടാണെന്ന് പറ അരുണേ. അംബേദ്കറെ തോൽപ്പിക്കാൻ ഭരണഘടനക്കെതിരെ, ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യത്തിനെതിരെ ഏത് കാലഘട്ടത്തിലും ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റി, രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റി. ഒരു കാര്യം പറഞ്ഞോട്ടെ, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കർ പ്രസംഗിച്ചത്, അംബേദ്കർക്കെതിരെ സമരം ചെയ്തത്, അംബേദ്കർക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസും CPM-ഉമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമായിരുന്നില്ല എതിരെ, അദ്ദേഹം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ സമരം നടത്തിയിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്രം എന്നൊന്ന് വന്നാൽ അതിനേക്കാൾ ഭയാനകമായി ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കാനില്ല, അത്രയും ഡിസാസ്റ്ററായിരിക്കുമെന്ന് പറഞ്ഞത് അംബേദ്കറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ